പിന്നെ രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടെ ഈ കൃത്യമായി സ്ത്രീപക്ഷത്ത് നിന്ന് വലിയ വിയോജിപ്പും എതിർപ്പുമൊക്കെ ഉയർന്നു വന്നു. ആ വിഷയത്തിൽ കോൺഗ്രസ് അവരെ കൊണ്ടാകുന്ന വിധത്തിൽ വേഗത്തിൽ നടപടികൾ സ്വീകരിച്ചു. പക്ഷേ രാഹുലിന്റെ ഒളിയുടെ അടക്കം അറിയാമായിരുന്നിട്ടും പോലീസ് അറസ്റ്റ് വൈകിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്നുള്ളത് ആരോപണം ഉയരുന്നുണ്ട്. എന്താണ് മറുപടിയൊക്കെ? ആരോപണം ഉന്നയിക്കുന്നു? പലരും യൂത്ത് കോൺഗ്രസ് സംസ്ഥാനത്തിന്റെ അടക്കമുള്ള ആളുകൾ ഇന്ന് രാവിലെ നടത്തിയ പോലീസിന്റെ കഴിവുകേടാണ് അദ്ദേഹം. പോലീസിന് അദ്ദേഹത്തെ കണ്ടെത്താനായില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ പോലീസ് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് അറിയാമല്ലോ എവിടെയാണെന്നുള്ളത്. കാരണം ഈ പറയുന്നയാൾ ഇവിടുന്ന് ഒളിവിൽ പോകുന്നതിന് ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരാണല്ലോ. ആ സഹപ്രവർത്തകരെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും നേതാക്കളുമാണല്ലോ. ആ നേതാക്കൾ ഇവിടെയുള്ളവർ മാത്രമല്ലല്ലോ, എല്ലാ തലങ്ങളിലുള്ളവരുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ സംസ്ഥാനത്തിന് പുറത്തടക്കം നല്ല രീതിയിൽ സംരക്ഷണ വലയം തീർത്തിരിക്കുന്നതെന്ന് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയായത്. അപ്പോൾ അവർക്കാണ് എവിടെയാണുള്ളത് എന്ന് കൃത്യമായിട്ട് അറിയാവുക. ആ അറിയുന്നവർ ഇങ്ങനെ പറയുന്നത് ആത്മാർത്ഥയോടെയാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം അത് പോലീസിനെ അറിയിക്കലാണ്. അങ്ങനെ അറിയിച്ചാൽ വളരെ നല്ലതായിരിക്കും. അതല്ലാതെ പ്രചരണത്തിന് വേണ്ടി മാത്രം പറയുന്നൊരു കാര്യം മാത്രമാണിത്. പോലീസിന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കേണ്ട യാതൊരു സമീപനവും സ്വീകരിക്കേണ്ടതായിട്ടില്ല. കാരണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക എന്നത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. പക്ഷേ പോലീസിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടിയുള്ള രക്ഷാവലയം കോൺഗ്രസ് തന്നെ തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് പൊതുവെ മനസ്സിലാക്കുന്ന കാര്യം. ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. ഇപ്പോൾ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് കർണാടകയിലാണ് പോയതെന്നല്ലേ. അപ്പോൾ എന്താണ് കർണാടകയിൽ പോകാൻ കാരണം? കർണാടകയിൽ പോകണമെങ്കിൽ അതിനുവേണ്ടി ഒത്താശകൾ ചെയ്തു കൊടുത്തതാരാണ്? ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരാൾ അയാളുടെ മാത്രം കഴിവിൻ്റെ ഭാഗമായിട്ട് ഒളിവിലിരിക്കുകയല്ലോ. അയാൾക്കൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടല്ലോ, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ സംരക്ഷണമുണ്ടല്ലോ, ഭാവിയിലെ നിക്ഷേപമാണ് എന്ന് കണക്കാക്കിയ ഒരാളല്ലേ. അപ്പോൾ അദ്ദേഹത്തെ ആ നിലയിൽ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളല്ലേ സ്വീകരിച്ചു പോകുന്നത്. അതിൽ ആർക്കൊക്കെ പങ്കുണ്ട്? ഇന്ന് രാവിലെ പ്രസ്താവന നടത്തിയ ആൾ മാത്രമാണോ? അതിൻ്റെ മൂത്തതുണ്ടോ? ആ മൂത്തതിൻ്റെയും മൂത്തതുണ്ടോ? ഇതൊക്കെ പരിശോധിച്ചാൽ മാത്രമല്ലേ മനസ്സിലാവൂ.